ഹായ് ഗായ്സ്, നമുക്കിന്ന് റെസ്റ്റോറന്റ് സ്റ്റൈൽ കടലക്കറി ഉണ്ടാക്കിയാലോ. നല്ല കൊഴുത്ത ഗ്രേവിയുള്ള ഈ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പകുതി കഷ്ണം ഉള്ളി, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില. തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല കുക്കറിൽ ഒരു 6 വിസിൽ വരെ വേവിക്കണം. ചില കടലയുടെ വേവിനനുസരിച്ച് വിസിലിന്റെ എണ്ണം മാറാം. ഇത് അതിൽ നിന്നും ഒരു തവ കടല എടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. കറിക്ക് കൊഴുപ്പും അസാധ്യ ടേസ്റ്റും കൊടുക്കുന്നത് ഈ കടല പേസ്റ്റ് ആണ്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ശേഷം ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് അതും കൂടി ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇനി ഇതിൽ പച്ചമുളക്, ഉള്ളി എന്നിവ ചേർത്തിളക്കാം. അതിനുശേഷം കറിവേപ്പില, തക്കാളി എന്നിവയും ചേർക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഉപ്പ് ചേർത്തിളക്കാം. ഇതൊന്ന് 1 മിനിറ്റ് ഇളക്കിയ ശേഷം മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുത്ത ശേഷം നേരത്തെ അരച്ചു വെച്ച കടല പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുക്കറിൽ വേവിച്ച കടല അതിന്റെ വെള്ളമടക്കം ചേർത്തിളക്കാം. ഇനി ഒന്ന് തിളച്ചു കിട്ടിയാൽ മാത്രം മതി. ശരിക്കും നല്ലൊരു മണം ഇവിടെ ആകെ പരക്കുന്നുണ്ട്. ഇതാണ് മോനെ യഥാർത്ഥ കടലക്കറി. ചിക്കൻ കറി പോലും ഇതിന്റെ മുന്നിൽ തോറ്റുപോകും. ഈ തിളച്ചു വരുന്ന കടലക്കറിയിലേക്ക് അല്പം മല്ലിച്ചപ്പ് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ദേ, നല്ല കുറുകിയ ചാറോട് കൂടിയ റെസ്റ്റോറന്റ് സ്റ്റൈൽ ടേസ്റ്റി ക്രീമി കടലക്കറി റെഡിയായി. ഇനി പുട്ടിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നിങ്ങൾക്ക് കഴിക്കാം. ഞാനിവിടെ നെയ്പത്തലിന്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. കണ്ടില്ലേ എന്തൊരു ക്രീമി ടെക്സ്ചർ ആണെന്ന്. നിങ്ങൾക്ക് ഇത്ര കട്ടി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ കൈപ്പുണ്യം രുചിച്ച് എല്ലാവരുടെയും കണ്ണു തള്ളട്ടെ. അപ്പൊ ഓക്കെ, ബൈ, ടേക്ക് കെയർ.